ദമാം തുറമുഖത്ത് വാഹന ഇറക്കുമതിക്കും കയറ്റുമതിക്കും മാത്രമായി ലോജിസ്റ്റിക് സോൺ സ്ഥാപിക്കുന്നു. സോൺ സ്ഥാപിക്കാനുള്ള കരാറിൽ സൗദി പോർട്ട് അതോറിറ്റിയും അബ്ദുൽ ലത്തീഫ് അൽ ഇസ ഹോൾഡിംഗ് ഗ്രൂപ്പും ധാരണയിലെത്തി. 30 കോടി റിയാലാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. ദമാം കിങ് അബ്ദുൽ അസീസ് തുറമുഖത്ത് പുതിയ ലോജിസ്റ്റിക്സ് സോൺ നിർമ്മാണത്തിന് കരാറായി. വാഹന ഇറക്കുമതിക്കും കയറ്റുമതിക്കും മാത്രമായാണ് സോൺ ഉപയോഗിക്കുക. സോൺ സ്ഥാപിക്കാനുള്ള കരാർ സൗദി പോർട്സ് അതോറിറ്റിയും അബ്ദുൽ ലത്തീഫ് അൽ ഈസ ഹോൾഡിംഗ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ അൽ ഈസ യൂണിവേഴ്സൽ മോട്ടോഴ്സും ഒപ്പുവെച്ചു. 30 കോടി റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ലോജിസ്റ്റിക്സ് സോൺ വാഹന സ്പെയർ പാർട്സ് ഇറക്കുമതിക്കും പുനർ കയറ്റുമതിക്കും ഉപയോഗിക്കും. 3,82,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന സോണിൽ സ്പെയർ പാർട്സ് സംഭരണത്തിനായി 7,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള വെയർഹൌസും 13,000-ലേറെ കാറുകളും ട്രക്കുകളും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ലോജിസ്റ്റിക്സ് ഏരിയയും ഉൾപ്പെടും. സൗദി അറേബ്യയെ ആഗോള ലോജിസ്റ്റിക് ഹബ്ബായി പരിവർത്തിപ്പിക്കുന്നതിൽ ദമാം കിങ് അബ്ദുൽ അസീസ് തുറമുഖവും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കമ്പനികളെ കൂടുതൽ ആകർഷിക്കുന്നതിന് പുതിയ പദ്ധതികൾ ഏറെ സഹായിക്കും. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമാം.